വാക്കുകൾ കൂട്ടിച്ചൊല്ലാനായില്ലെങ്കിലും ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരായ ശിശുക്കൾ. ഭാവിയുടെ വിഭവഖനിയാണ് ഈ ഓരോ മക്കളും. ഒരു രാജ്യത്തിൻ്റെ മാനവ വിഭവശേഷിയാണ് ഓരോ കുട്ടിയും. അതിനാൽ കുട്ടികൾ അവരുടെ കഴിവുകൾക്ക് മിഴിവ് പകരുന്ന നീതിപൂർവമായ സാഹചര്യങ്ങൾ അവർക്ക് ലഭിക്കണം. ഏതു തരത്തിലും രൂപാന്തരപ്പെടുവാനുള്ള ശൈശവത്തിൻ്റെ സാധ്യതയായ ശിശു മനുഷ്യന്റെ പിതാവാണ് എന്നാണ് വേഡ്സ്വർത്തിന്റെ വാക്കുകളിൽ ധ്വനിക്കുന്നത്. ശിശുക്കളെ വിളിച്ചു മടിയിലിരുത്തി ശിശുക്കളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന് അരുൾ ചെയ്ത യേശുക്രിസ്തു ശൈശവ വിശുദ്ധിയും നിഷ്കളങ്കതയും മനുഷ്യ മനസ്സിൽ നിന്ന് മായരുത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾ വീടു തകർത്തേക്കാം, എന്നാൽ അവരാണ് ഒരു കുടുംബമുണ്ടാക്കുന്നത് എന്ന ചിന്തകന്റെ വാക്കുകളും കുഞ്ഞിനെ എടുക്കുമ്പോൾ കൈനോവും താഴെ വയ്ക്കുമ്പോൾ മനസ്സ് നോവും എന്ന പഴമൊഴിയും എല്ലാ കുടുംബ ബന്ധങ്ങളുടെയും കേന്ദ്രം ശിശുക്കളാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഉള്ളലിയുന്ന മന്ദസ്മിത രശ്മി കൊണ്ട് കരളിലെ ഇരുൾ നീക്കുന്ന കുഞ്ഞുങ്ങൾ നരജീവിതമെന്ന വേദനയ്ക്കുള്ള ഔഷധങ്ങളാണെന്ന് കുമാരനാശാന്റെ സീതയുടെ ചിന്തകളിൽ മക്കളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ് ഇതൾ വിടർത്തുന്നത്. ഇന്നത്തെ ബാലകർക്ക് നഷ്ടമാകുന്നത് അവരുടെ ബാല്യമാണ്. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ഭ്രമിക്കണ്ട എന്ന പഴഞ്ചൊല്ല അർത്ഥവത്താകുന്ന കാലമാണിത്. ഒരു വശത്ത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും മൊബൈൽ ഫോണും ലഹരിയും മുതിർന്നവരുമായുള്ള തെറ്റായ കൂട്ടുകെട്ടുകളും ഇന്ന് കുട്ടികളുടെ മനസ്സിൽ ബാല്യത്തിൻ്റെ സകല നന്മകളും നശിപ്പിക്കുമ്പോൾ, മറുവശത്ത് ഉപഭോഗ സംസ്കാരം പകരുന്ന ദുഷിച്ച ആർത്തിയുടെ ദുരപിടിച്ച കണ്ണുകൾ നമ്മുടെ കുട്ടികളെ നിഷ്കരുണം വേട്ടയാടുകയാണ്. ശാരീരികമായും മാനസികമായും അനേകം കുഞ്ഞുങ്ങൾ ദുരുപയോഗിക്കപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതുമായ ഇന്നിൻ്റെ ദുരന്ത കാഴ്ചയിലാണ് നാം ഓരോരുത്തരുമായിരിക്കുക.